ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ ഒരു ഡ്രീം ആൻഡ് വിഷൻ ആയിരുന്നു സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നുള്ള നമ്മുടെ ഓണറായ സുഭാഷ് ജിയുടെ ഒരു വലിയ ഡ്രീം ആൻഡ് വിഷൻ ആയിരുന്നു. അത് കൊണ്ടുവരാൻ സാധിച്ചു. അതിനുശേഷം വലിയൊരു ചലഞ്ചാണ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തത്. കാരണം 23 ലക്ഷത്തിനാണ് ടീം ബിൽഡ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ ടീമും ഒരു 50 lakhs പേഴ്സ് ഉള്ളപ്പോൾ പകുതി പോലും ഇല്ല. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഹോംവർക്ക് ചെയ്യാൻ സാധിച്ചു. അതിന് മികച്ചൊരു സപ്പോർട്ട് സ്റ്റാഫിനെ നമ്മൾ ബിൽഡ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഡയറക്ടറായ CM ദീപക്, S അനീഷ്, റോബർട്ട് ഫെർണാണ്ടസ്, മുഹമ്മദ് സാനുത്ത്, കൂടാതെ ക്രിസ്റ്റഫർ, ഗബ്രിയൽ, ഉണ്ണികൃഷ്ണൻ, എല്ലാവരും വളരെ പ്രൊഫഷണൽസായ ആ ഒരു എൻവയൺമെൻറ്റാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ബിൽഡ് ചെയ്തത്. നല്ല ട്രെയിനിങ് കൊടുത്തു, സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് കൊടുത്തു. ആ ഒരു ഫയറാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചത്. ഒറ്റ നോട്ടത്തിലൊരു ഈ സീസണിലെ തന്നെ ഏറ്റവും ബാലൻസ്ഡ് ടീമായിട്ട് തോന്നും. എങ്ങനെയാണത് ബിൽഡ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി? റോൾസ് കൃത്യമായിട്ട് നമ്മളെ ടീമിൽ ഓരോരുത്തരെ എടുക്കുമ്പോഴേക്കും ഞങ്ങൾക്കൊരു മൈൻഡിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്ന പ്ലേയേഴ്സിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് അവരെ റോൾ കൊണ്ടുവരാൻ പറ്റുന്നത്. അത് തീർച്ചയായിട്ടും അതുപോലത്തെ പ്ലേയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. അവരാദ്യം ടീമിലേക്ക് എടുത്തു. പിന്നെ അവർക്ക് കളിക്കാൻ സാധ്യതയുള്ള റോൾ നമ്മുടെ ക്യാമ്പിൽ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് കൊടുത്തു. പിന്നെ മെൻ്റലി ഈ പറഞ്ഞ പോലെ മനസ്സിനും മൈൻഡിനും വേണ്ട ഒരു ടെമ്പർമെൻറ്റ് അത് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോഴാണ് തീർച്ചയായിട്ടും പടിപടിയായിട്ട് ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കപ്പിലേക്ക് വരാൻ സാധിച്ചു. കളി തുടങ്ങി കുറച്ച് കഴിഞ്ഞ് സീസൺ കുറച്ച് തുടങ്ങിയ ഘട്ടത്തിൽ തോന്നിയിരുന്നു ഇതൊരു ഫൈനൽ വരെ എത്താൻ പറ്റുന്ന അതിന് കേപ്പബിൾ ആയിട്ടുള്ള ടീമാണ്? പ്രോസസ്സിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗെയിമിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു, ഒപ്പോണൻസിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല പെർസെൻറ്റേജ് മുമ്പോട്ടാണ്. അല്ലാതെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫോക്കസ് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ പ്രോസസ്സ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഓരോ ദിവസവും വളരെ നന്നായിട്ട് ആ പെർസെൻറ്റേജ് ഹൈ ആയി വെക്കണം. എന്നാൽ ആ വിന്നിങ്, ആ ഒരു ഫയർ, ജയിക്കാനുള്ള ആ ഒരു വാശിയുണ്ടല്ലോ, അത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത്. താങ്കളുടെ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി കൂടുതൽ കളിക്കാർക്ക് അവസരം കിട്ടുന്നു, അതിന് ചുക്കാൻ പിടിക്കാൻ കഴിയുന്നു, അതിനെങ്ങനെയാണ്? ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് റോളാണ്. നേരത്തെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമായിരുന്നു. അപ്പോൾ ഈ റോളെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു അന്തരീക്ഷം ഈ പിള്ളേർക്ക്, ഈ കുട്ടികൾക്ക്, പ്ലേയേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതൊരുപാട് വളരെ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ നല്ല കാര്യമല്ലേ? കാരണം നമ്മുടെ പിള്ളേരെല്ലാം സപ്പോർട്ട് ചെയ്ത് അവരെല്ലാം സെൽഫ്ലെസ് ആക്കി ഇതുപോലെ വളരെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് വിടാൻ സാധിക്കുന്നതും അവരെ അത് പോയിട്ട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതും കാണാനായിട്ട് ഒരുപാട് സന്തോഷം. ടീമിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? അടുത്ത സീസണിൽ കുറച്ച് പേരെ മാത്രമല്ല നിലനിർത്താൻ കഴിയുള്ളൂ. എങ്ങനെ പ്രതീക്ഷിക്കും? നമുക്ക് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു എൻവയൺമെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്ലേയേഴ്സിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15-20 പുതിയ ക്രിക്കറ്റേഴ്സിനെയാണ് നമ്മളെ KCAയ്ക്കും ഇന്ത്യൻ ക്രിക്കറ്റിലേക്കും ആ ഒരു ഔട്ട്ലുക്കിലേക്ക് നമ്മൾ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും KBTയിൽ നിന്നും ഇതുപോലത്തുള്ള ഒരു മാജിക്കും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ താരങ്ങളെ പരിശീലിപ്പിക്കാനും വലിയ ഇന്ത്യൻ ടീമിലേക്ക് വരെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ കേരളത്തിൽ നിന്ന്? ഒരു സംശയമില്ല. അതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വലിയ പങ്കാണ് വഹിക്കുന്നത്. മികച്ച കോച്ചസ് ഉണ്ട് ഇവിടെ. കേരളത്തിൽ ഒരുപാട് നല്ല കോച്ചസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട പ്ലേയേഴ്സിന് വേണ്ട ഒരു അന്തരീക്ഷവും അവർക്ക് വേണ്ട സപ്പോർട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്ലേയേഴ്സ് ഇനിയും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. എല്ലാവിധ ആശംസകൾ. താങ്ക് യു.